നമ്മളൊക്കെ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. മന്ത് എൻഡിൽ നമുക്ക് സാലറി കിട്ടുമല്ലോ. അപ്പോൾ ഈ സാലറി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കൊക്കെ കിട്ടുന്ന സാലറിക്കുള്ള വർക്ക് നമ്മളവിടെ എടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മളവിടെ എടുക്കുന്ന വർക്കിനുള്ള സാലറിയാണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഇത് ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുന്നായിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം. ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം സാലറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറിക്കുള്ള വർക്കൊക്കെ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ അത് അയാൾ മെഷർ ചെയ്തിട്ടുണ്ടാവുക, കിട്ടുന്ന സാലറിക്കുള്ള വർക്ക് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അപ്പം ഏതായാലും ഞാൻ ആലോചിച്ചൊരു കാര്യം, നമ്മളെപ്പോഴും ഗ്രോത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ആ ഒരു പോയിന്റിൽ വെച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, കിട്ടുന്ന സാലറിക്കുള്ള വർക്ക് മാത്രം എടുത്ത് പോകുന്നൊരു ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രോത്തിലോട്ട് എത്താൻ പറ്റുക? എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ എപ്പോഴും എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്താ പറയുക എഫേർട്ട് ഇടുക തന്നെ വേണം. അതെല്ലാ തലത്തിലാണെന്നുണ്ടെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാനിനി ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ഉണ്ടായൊരു സാഹചര്യം പറയാം. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ചെയിന് ഒന്ന് ലൂസായിരുന്നു. അപ്പം അതൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ തന്നെ മൗലാൻ്റെ അടുത്തുള്ള ഒരു മെക്കാനിക് ഉണ്ട്, ഒരു ബൈക്ക് മെക്കാനിക്, പാലക്കാട്ടുകാരനാണ് ആൾ. ആ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഓഫീസിൽ പോരുന്ന സമയത്ത് അവിടെ വെച്ചു. അതിനുശേഷം ഉച്ച സമയത്ത് ഞാനതൊന്ന് പോയിട്ട് എടുക്കാൻ പോയി. അപ്പോൾ എത്രയാണ് പേയ്മെൻറ്റ് എന്ന് പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചപ്പം പിന്നെ ഒരു ചെറിയ എമൗണ്ട് പറഞ്ഞു, ചെറിയൊരു വർക്കാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്താണ് ചില്ലറ ഉണ്ടാകുന്നില്ല. ഞാനൊരു ഇത് കൊടുത്തിട്ട് ബാക്കി അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ള തലത്തിൽ പറഞ്ഞു. അത് ചെറിയ പേയ്മെൻ്റ് ആയതുകൊണ്ടും ഒപ്പം തന്നെ എൻ്റെ അടുത്ത് ചില്ലറില്ലാത്തതുകൊണ്ടും അപ്പോൾ ആ ഒരു സിനാരിയോ നമുക്ക് ഒരു പെട്ടെന്ന് കാര്യം നടന്നു. നമുക്ക് വേറെ എഫേർട്ടൊന്നും ഇല്ലാതെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞപ്പം മൂപ്പര് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒരൊറ്റ വേർഡ്, ഒരു കാര്യം മാത്രം പറഞ്ഞു, ഓരോ പണിക്കും അതിൻ്റേതായ ഒരു ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ മൂപ്പര് ഒന്നും മുണ്ടിയില്ല. എന്നിട്ട് ബാക്കി പേയ്മെൻ്റ് എടുത്ത് തന്നു. എനിക്കും ആ ഒരൊറ്റ ഒരു സെൻറ്റൻസിൽ നിന്ന് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചു ഞാൻ. അപ്പോൾ ഇതേപോലെ നമ്മളൊക്കെ ചെയ്യുന്ന പണിക്കുള്ള പിന്നെ എന്താ പറയുക സാലറി ആണോ അല്ലെങ്കിൽ ഏണിങ്സ് ആണോ നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ അധികം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണമല്ലോ. ഈ അധികം വരുന്നത് എക്സസ് എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊള്ള ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ കട്ടെടുക്കുന്നത് പോലെയാണ്. അതോടൊപ്പം തന്നെ നേരെ മറിച്ചും നമ്മൾ ചെയ്യുന്ന പണികൾക്ക് അണ്ടർ പെയ്ഡ് ആണോ എന്നുള്ളതും ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയത് പല ആളുകളും നമ്മൾ പിന്നെ അടുത്തറിയുമ്പോഴും സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ വിഷയം കിട്ടുക. എത്ര സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ചെങ്കിൽ മാത്രമാണ് നമ്മളൊക്കെ ആക്ച്വൽ സക്സസ് എന്ന് പറയുന്ന ഒരു തലത്തിലോട്ട് നമ്മൾ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്.